വളരെ രാജകീയമായി ഗോവയെയും തോൽപ്പിച്ച് 3 പോയിന്റും നേടി 36 പോയിന്റുമായി മെജസ്റ്റിക്കലി സെമി ഫൈനലിലേക്ക് ഒരു എൻട്രി നടത്തി. എല്ലാ എതിരാളികൾക്കും സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയത് ആരൊക്കെയാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു യെല്ലോ അലർട്ട് നൽകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലീഗിലെ അവസാന മത്സരമാണ് FC ഗോവയ്ക്കെതിരെ. കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ സിറ്റി FCക്കെതിരെ 3-1 ഒരു തകർപ്പൻ വിജയം നേടി സെമി ഫൈനൽ പ്രവേശനത്തിന്റെ തൊട്ടരികിൽ നമ്മൾ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വിശാലമായ വേദികളിൽ ഒരു അശ്വമേധം നടത്തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഞങ്ങളുടെ സർഗശക്തിയായ ഈ മഞ്ഞക്കുതിരയെ ഞങ്ങൾ വിട്ടയക്കുകയാണ് ദിഗ്വിജയത്തിനായി എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ അർത്ഥത്തിൽ ദിഗ്വിജയത്തിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രയാണത്തിലെ ദ ഫൈനൽ ഹേർഡിൽ ആണ് FC ഗോവയ്ക്കെതിരായ 20ാമത്തെയും അവസാനത്തെയും റൗണ്ട് മത്സരം ലീഗിലെ. ടെക്നിക്കലി കേരള ബ്ലാസ്റ്റേഴ്സിന് സാങ്കേതികമായി പറഞ്ഞാൽ നമ്മളിപ്പോ ഹൈദരാബാദ് മുംബൈ മത്സരത്തിന്റെ റിസൾട്ട് എന്ത് തന്നെയായാലും അതൊന്നും നമ്മൾ നോക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും സാങ്കേതികമായി ഒരൊറ്റ പോയിന്റ് മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് അവസാനത്തെ മത്സരത്തിൽ നിന്ന് ആവശ്യമുള്ളൂ എങ്കിലും ഫോർ ദ സെമി ഫൈനൽ എൻട്രി. പക്ഷേ വിജയവും 3 പോയിന്റും തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നത്. അത് വളരെ വ്യക്തമായി കോച്ച് പറഞ്ഞു കഴിഞ്ഞു പ്രീ മാച്ച് കോൺഫറൻസിൽ. കാരണം ഈ ഒരു പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് മെന്റാലിറ്റി തുടരാൻ ടീമും കോച്ചും എല്ലാവരും ആഗ്രഹിക്കും. 19 റൗണ്ടുകളിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ 33 പോയിന്റുകളാണുള്ളത്. ഗോവയ്ക്കെതിരായ അവസാന മത്സരം ജയിച്ചാൽ 36 പോയിന്റുമായി വളരെ രാജകീയമായി തന്നെ നമുക്ക് സെമി ഫൈനൽ യോഗ്യത നേടാൻ കഴിയുമെന്ന കാര്യമാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ചത്. പക്ഷേ നമുക്കറിയാം, ഗോവയിൽ വെച്ച് ഗോവയ്ക്കെതിരെ ISL എപ്പോഴും വളരെ വലിയ വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന ഒരു സംഘമല്ല ഗോവ നമുക്ക് പലപ്പോഴും, എസ്പെഷ്യലി ഇൻ ഗോവ. അതാണ് പ്രത്യേകം. ഇപ്പൊ ഈ സീസണിന്റെ തന്നെ ആദ്യ ലെഗ് മത്സരത്തിന്റെ ഫലം നമുക്കെടുത്ത് പരിശോധിക്കാം. 2-2 സമനിലയായിരുന്നു ആ മത്സരം. അതായത് 2-0 ലീഡ് നേടിയതിന് ശേഷമാണ് ആ മത്സരം നമുക്ക് 2-2 ഡ്രോ വഴങ്ങേണ്ടി വന്നത്. ഓർക്കുക, ജീക്സൺ സിംഗിന്റെ ഒരു മനോഹരമായ ഗോളിലൂടെ നമ്മൾ ലീഡ് നേടി. എഡ്രിയൻ ലൂണ ക്യാപ്റ്റൻ ഈ സീസണിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു ഗോളിലൂടെ ആ ലീഡ് 2-0 ഉയർത്തിയതിനു ശേഷമാണ് ഓർട്ടിസിന്റെ ഒരു മനോഹരമായ ഗോളും എഡു ബേഡിയയുടെ ആ ബ്രില്യന്റ് ഒളിമ്പിക് ഗോളും 2-2 എന്ന നിലയിലെ കളി ഗോവ പിറകിൽ നിന്ന് വന്ന് സമനില പിടിച്ചത്. ആ കളിയിലെ 4 ഗോളുകളും ഫസ്റ്റ് ഹാഫിൽ തന്നെ സ്കോർ ചെയ്യപ്പെട്ട ഗോളുകളായിരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഗോവയിൽ വെച്ച് ISL ഗോവയ്ക്കെതിരെ കളിക്കുക എന്നുള്ളത് എക്കാലത്തും നമുക്ക് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സംഗതി തന്നെയായിരുന്നു. എങ്കിലും അത് ആദ്യപാദത്തിൽ ഗോവയ്ക്കെതിരെ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഈ ലീഗ് റൗണ്ടിലെ അവസാന മത്സരം കളിക്കാൻ പോകുന്നത്. അതൊന്നും അല്ല കേട്ടോ. പുതിയ അലകും പിടിയും മാറിയ, സമീപനങ്ങൾ മാറിയ, ആറ്റിറ്റ്യൂഡ് മാറിയ ടീമും കളിക്കാരും എല്ലാമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പൊ ഈ അവസ്ഥയിൽ പ്രത്യേകിച്ച് പോയിന്റ് പട്ടികയിൽ സെമി ഫൈനലിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ യാതൊരു പ്രതീക്ഷകളുമില്ലാത്ത ഗോവയ്ക്കെതിരെ ഇന്ന് എല്ലാ അർത്ഥത്തിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ അവസാന റൗണ്ടുകളിലേക്ക് വരുമ്പോൾ തുടർച്ചയായ 3ാമത്തെ ജയം നേടും എന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല എന്നുള്ള ഒരു സൂചന മാത്രമേ നൽകാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നേടാൻ കഴിയുന്ന ഒരു മത്സരം തന്നെയാണ്. ഒരു തർക്കവുമില്ല കാര്യത്തിൽ. കാരണം ടീമിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. കാരണം പരിക്കും സസ്പെൻഷനും ഒക്കെ തുടരുകയാണ് പല താരങ്ങളുടെയും. പക്ഷെ കഴിഞ്ഞ കളി മുംബൈക്കെതിരെ ഒരു മിന്നുന്ന 3-1 ജയം നേടിയ അതേ ടീമിനെ തന്നെ കോച്ച് നിലനിർത്തുമെന്നുള്ള സൂചനകളാണ് നമുക്ക് തരുന്നത്. സർവോപരി എനിക്ക് കോച്ചിന്റെ ഇഷ്ടപ്പെട്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ, പ്രീ മാച്ചിൽ അദ്ദേഹം പറഞ്ഞത് സാഹസങ്ങൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ടു
ഐ ആം ഹാപ്പി വിത്ത് ദിസ് കൈൻഡ് ഓഫ് അഡ്വഞ്ചേഴ്സ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് ഇതിനെ വിലയിരുത്താം. കാരണം യുദ്ധത്തിൽ ശസ്ത്രങ്ങളെക്കാളും അസ്ത്രങ്ങളെക്കാളും പ്രധാനപ്പെട്ടതാണ് സാഹസത്തിന് മുതിരുന്ന ഒരു മനസ്സ്. എപ്പോഴും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു മൈൻഡ് കീപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ യുദ്ധത്തിൽ പോസിറ്റീവായ റിസൾട്ട് എപ്പോഴും കൈവരികയുള്ളൂ എന്നാണ് പറയാറ്. സോ ആ ഒരു വീരസാഹസിക കൃത്യങ്ങൾ എപ്പോഴും നിർവഹിക്കാനുള്ള ഒരു മൈൻഡ് നമ്മുടെ ടീമും കോച്ചും നിലനിർത്തുന്നതാണ് ഗോവയ്ക്കെതിരായ ഈ അവസാന മത്സരത്തിലും വിജയം നമുക്കൊപ്പമായിരിക്കും എന്ന് നമ്മൾ അടിയുറച്ച് പറയുവാനും വിശ്വസിക്കാനുമുള്ള ഒരു കാര്യം. പെരേര ഡയസും അൽവാരോയും ലൂണയും സഹലും ഒക്കെ മിന്നുന്ന ഫോമിൽ നിൽക്കുന്നു. ലെസ്കോയും ഹോർമിയും ഒക്കെ ഡിഫൻസിൽ നന്നായിട്ട് കളിക്കുന്നു. ഗോൾ പോസ്റ്റിൽ ഗില്ലുണ്ട്. സോ സഞ്ജീവും സന്ദീപും കഴിഞ്ഞ കളിയിൽ വളരെ ഭംഗിയായിട്ട് അവരെ ഏൽപ്പിച്ച ജോലികൾ നിർവഹിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. സോ ഇതെല്ലാം അതേപോലെ തുടരാൻ സാധിച്ചാൽ ഈസിയായ വളരെ അനായാസമായിട്ടൊരു വിജയം ഗോവയ്ക്കെതിരെയും അവസാന റൗണ്ടിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2016 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു സെമി ഫൈനൽ എൻട്രിയുടെ തൊട്ടരികിലാണ്. ചരിത്രം ആവർത്തിക്കാൻ തയ്യാറെടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആഫ്റ്റർ 2016. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ ചരിത്രമെന്നും എന്താ പറയുക, പ്രയത്നിക്കുന്നവന്റെ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തവരുടെ കൂടെയാണ് ചരിത്രം എക്കാലത്തും നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു രാവാണ് ഗോവയിൽ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ വരാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട, കേരള ബ്ലാസ്റ്റേഴ്സ് വിൽ കണ്ടിന്യൂ ദ മാജിക്കൽ റൺ ഇൻ ഹീറോ ESL സീസൺ 8 വിത്ത് യെറ്റ് അനദർ ബിഗ് വിൻ. അതിലൊരു സംശയവും വേണ്ട, ഒരു വലിയ വിജയത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോവുകയാണ്. യെല്ലോ അലർട്ട് എതിരാളികൾക്ക് നൽകും എന്ന കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട. കാത്തിരിക്കുക. നമുക്ക് ഗോവയ്ക്കെതിരായ ഒരു ബിഗ് വിൻ മത്സര ഫലത്തിന് വേണ്ടി കൂടിയും കാത്തിരിക്കാം. ടീമിന് നമുക്ക് സപ്പോർട്ട് ഒരിക്കൽ കൂടി കൊടുക്കാം. ടീമിന് ആശംസകൾ നേരാം. ഒരിക്കൽ കൂടി നമ്മൾ സെമി ഫൈനൽ കാണാതെ ISLന്റെ സെമി ഫൈനലിൽ നോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 6 സീസണായി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ ലോക ചരിത്രമെടുത്ത് നോക്കിയാൽ തന്നെ എക്കാലത്തും ലോക ചരിത്രത്തിൽ അതിജീവനത്തിന്റെ അല്ലെങ്കിൽ അതിജീവിതരുടെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഒക്കെ സൃഷ്ടിയാണ് ലോകത്തിലെ സമസ്ത വിജയങ്ങളും സമസ്ത നന്മകളും സമസ്ത പ്രതിഭകളും എന്ന് കാണാം. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യെറ്റ് അനദർ സെമി ഫൈനൽ എൻട്രിക്കായി നമ്മൾ ആകാംക്ഷാപൂർവ്വം നമ്മൾ കാത്തിരിക്കുകയാണ്. അത് ഇന്ന് ഗോവയ്ക്കെതിരായ മത്സരത്തിന് ശേഷം അത് ആഘോഷിക്കാം. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ദാറ്റ് ബിഗ് സെമി ഫൈനൽ എൻട്രി യെറ്റ് എഗെയിൻ. നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. ഏഷ്യാനെറ്റ് പ്ലസിൽ തത്സമയം ഞായറാഴ്ച വൈകിട്ട് 7 മണി മുതൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ മത്സരം കാണാം. കമന്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും എന്നൊരിക്കൽ കൂടി നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. സോ കമോൺ കേരള, കമോൺ ഇന്ത്യ, ലെറ്റ്സ് ഫുട്ബോൾ.